ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിലോട്ട് പോവാണ്. ഞാനിന്ന് കുറച്ച് ദിവസമായിട്ട് പോയിട്ട്, അപ്പോൾ ഇന്ന് ക്ലയൻറ്റ് വരുന്നുണ്ട് ഓൺ സൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിൽ പോകണം, കാരണം അവർ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു 1 or 2 hours അത്രേ ഉണ്ടാവുള്ളൂ. മേ ബി ലൈക്ക് സംടൈംസ് ഉച്ചവരെയൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങോട്ട് പോവാണ്. പോയി ക്ലയൻറ്റ് മീറ്റിംഗും പരിപാടിയൊക്കെ ആയിരിക്കും. എന്തായാലും ഓഫീസിൽ പോകുന്ന കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് പോയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗിനകത്ത് കാണിച്ചു തരാം. ഇത്ര നാൾ വ്ളോഗ്സ് കാണുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ഓഫീസിൽ പോകാം. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അതിനകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം. മാക്സിമം ഷൂട്ടും പരിപാടിയൊക്കെ ചെയ്യാം. ID കാർഡൊക്കെ എടുത്തു. ഗൈസ്, ഇതാണ് സോസേജ് റോൾ. ഇത് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ രാവിലെ ഇത് കഴിക്കും. ഇത് കഴിച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഓഫീസിൽ ചെന്നിട്ട് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ സെറ്റ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ബ്രോ. ഞാൻ എൻ്റെ കൊളീഗാണ്, അവൻ ഹീസ് ഫ്രം ബംഗ്ലാദേശ്. How is life, bro? Ami তোমাকে ভালোবাসি. আমি তোমাকে ভালোবাসি. ഗൈസ്, ഓഫീസിലോട്ട് കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ലോഗൗട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് സൈനൊക്കെ എല്ലാം ഒന്ന് ലോഗൗട്ടൊക്കെ ചെയ്ത് ഇനി ഇറങ്ങി. കാരണം നാളെ ഞാൻ ഓഫാണ്. പിന്നെ ഇനിയും വ്യാഴാഴ്ച വർക്ക് ഫ്രം ഹോം ആണ്. അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിളാണ് കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പം ഉച്ചയായിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു 1 hour ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്ത് ഇവിടെ നിൽക്കുന്ന വെയിലുള്ളൂ? നല്ല രസമുണ്ടല്ലേ? ഭയങ്കര വെയിലുള്ളൂ. എന്ത് മുഖത്തൊരു ഉണക്കമീൻ വെച്ച പോലെ? എന്ത് പറ്റി? വെയിലത്ത് നിൽക്കുന്ന കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. വെയിലത്ത് നിൽക്കുന്ന കാണാണ്ട് സൺലൈറ്റ് ഇങ്ങനെ അടിക്കും. റോബിൻ ഇപ്പോഴാണ് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത്. ഞാൻ സ്പെയിനിലാണ്. enjoy your holidays. I will feel you when you get back. Stalin tried using techniques but one bundle got stuck inside. 2 hours later. കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇന്ന് ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് മെനു. അപ്പം എന്താ പറയുക, അവള് വന്നിട്ട് ഉണ്ടാക്കും. ബാക്കി എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. അവള് വന്നിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. അവളിപ്പോൾ എഴുന്നേക്കും. ഇന്നലെ നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാണ്. നല്ല ക്ഷീണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ശല്യപ്പെടുത്താൻ പോയില്ല. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാണ്. കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മള് ചിക്കൻ അരിയാണ്. ഞാൻ ചിക്കൻ ഇങ്ങനെ അരിഞ്ഞ് ഒക്കെ എന്താണ് ചിക്കൻ റൈസ് ഒക്കെ പാറക്കല്ല് പോലിരിക്കും. അതെ, ചിക്കൻ ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്ന പറഞ്ഞു. ചെറിയ ചോട്ട പീസ് ഫോർ ഫ്രൈഡ് റൈസ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അന്ന് 2 ദിവസം മുന്നേ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയില്ല, ഒരു കൺസൾട്ടേഷൻ. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് എൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഷൂട്ട് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്യും കേട്ടോ, റെസ്റ്റോറൻറ്റിൻ്റെ ഷൂട്ട് ഞാൻ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റ് ജസ്റ്റ് വീഡിയോഗ്രാഫി, അവരുടെ ഷോപ്പിൻ്റെ ഒക്കെ ഒരു വീഡിയോഗ്രാഫി ഒക്കെ. അപ്പം അവർക്ക് ഓക്കെയാണ്. എൻ്റെ ഐഡിയ അവർക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. വർക്കൗട്ട് ആവും മീൻസ് ലൈക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്ലയൻറ്റ്. ഒരു ക്ലയൻറ്റിനെ കിട്ടിയില്ലേ, എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവരുടെ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ഓക്കെ ആണെന്ന് തോന്നിയാൽ അത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ സ്ലോലി എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ? അതാണ് എൻ്റെ പ്ലാൻ ബി. എനിക്ക് എങ്ങനെയാലും ഈ 9 to 5 ജോബിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നുണ്ട്. പറച്ചിലേട്ടപ്പോൾ ഞാൻ 9 to 5 വർക്ക് ചെയ്യുന്നുണ്ട്. 9 to 5 വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം ആദ്യം കയറിയ സമയത്ത് 9 to 5 ആയിരുന്നു കേട്ടോ. എല്ലാ ദിവസവും പോകണമായിരുന്നു, ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ച് 2-2.5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഫ്ലെക്സിബിലിറ്റി ആണ്. മാനേജേഴ്സ് ഒക്കെ നല്ല കമ്പനിയാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ഓക്കെ. ഇറ്റ്സ് ഫൈൻ. ഗൈസ്, എൻ്റെ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. പിന്നെ കുറച്ച് പിക്കിളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ഫുഡ് അടിക്കാൻ പോവാണ്. ഇവിടെ കഴിഞ്ഞാൽ പരിപാടി ക്ലോസ്. വയറൊക്കെ നിറഞ്ഞ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നാളെ രാവിലെ 8 മണിക്ക് വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും പീസ്.